ഹായ്, നമസ്കാരം. ഇന്ന് നമ്മൾ എനർജിക്സ് ഓർഗാനിക്കിൻ്റെ ആക്ഷൻ പ്ലാന് അതോറിറ്റി കണ്ടൻറ്റിൽ നമ്മൾ 16ാമത്തെ മൊഡ്യൂളാണ് കേട്ടോ നമ്മൾ സംസാരിക്കുന്നത്. നമ്മൾ വളരെ സിമ്പിളായ അതുപോലെ തന്നെ ബിസിനസ്സിലൊരു പവർഫുള്ളായൊരു കാര്യത്തെക്കുറിച്ചാണ് കേട്ടോ പറയുന്നത്. എന്തെന്ന് വെച്ചാൽ പാക്കേജിങ് എങ്ങനെ ഒരു സെയിൽസ് ടൂൾ ആക്കാം എന്നുള്ളതാണ് ഇന്ന് നമ്മളത്തെ ചർച്ചാ വിഷയം. നിങ്ങളിൽ പലരും ഇപ്പം എന്താ ചിന്തിച്ചിട്ടുണ്ടായിരിക്കുക, പാക്കേജ് എന്ന് പറയുമ്പോൾ ഒരു പ്രോഡക്റ്റ് അതല്ലെങ്കിൽ അതിൻ്റെ ഒരു ലേബല്, അതല്ലെങ്കിൽ അതിൻ്റെ ക്വാണ്ടിറ്റി, അതിൻ്റെ മാനുഫാക്ചറിങ് ഡേറ്റ്, അതുപോലെ തന്നെ ഒരു ബോട്ടിൽ, അല്ലെങ്കിൽ അത് ഉൾക്കൊള്ളുന്ന ഒരു എന്തെങ്കിലും ഒരു ബോക്സ്, അല്ലെങ്കിൽ വേറെന്തെങ്കിലും അത് ഉൾക്കൊള്ളുന്ന ഒരു പാത്രം എന്നൊക്കെ ആയിരിക്കും നിങ്ങളൊക്കെ വിചാരിക്കണേ. എന്നാൽ അത് അങ്ങനെയാണോ? അങ്ങനെ ആയിരിക്കും എല്ലാവരും ചിന്തിക്കണത്. ഒരു പ്രൊഡക്റ്റിനെ പൊതിഞ്ഞ് വെക്കണ ഒരു ലേബലാവട്ടെ, അതിന്മേൽ നമ്മൾ ഒട്ടിക്കണ സ്റ്റിക്കർ ആവട്ടെ, അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും മാനുഫാക്ചറിങ് ഡേറ്റും അതുപോലെ അതിന്മേൽ നമ്മൾ കൊടുക്കണ എന്തും അതല്ല. എന്നാൽ അങ്ങനെ പൊതിഞ്ഞ് വെക്കണ ഒരു സാധനമല്ല അത്. കസ്റ്റമറോട് സംസാരിക്കുന്ന ഒരു സെയിൽസ് പേഴ്സൺ ആണത്. നമ്മൾ കസ്റ്റമറുടെ അടുത്ത് ഇല്ലാത്ത സമയത്തും നമ്മുടെ പ്രൊഡക്റ്റ് ആയിരിക്കും അവരുടെ അടുത്തുണ്ടാകുക. അതായിരിക്കും അവരോട് സംസാരിക്കുന്നത്. ആ പ്രോഡക്റ്റ് ആ കസ്റ്റമർക്ക് എന്തൊരു ഫീലാണോ നിൽക്കുന്നത്, അതാണ് ആ പ്രോഡക്റ്റ് അവരോട് സംസാരിക്കുന്നത്. അതാണ് പാക്കേജിങ് ആണ് ഒരു സെയിൽസ് പേഴ്സൺ എന്ന് നമ്മൾ പറയാനുള്ള കാരണം. നമുക്ക് എന്തുകൊണ്ടാണ് പാക്കേജിങ് ഒരു സെയിൽസ് ടൂൾ ആണ് എന്ന് പറയാനുള്ള കാരണം എന്നുള്ള ഇതിലേക്ക് നമുക്ക് കൂടുതൽ ആഴ്ന്നിറങ്ങാം. ഉദാഹരണത്തിന്, നമ്മളൊരു കടയിൽ കയറി, നമുക്കൊരു സോപ്പ് വേണം. അപ്പം നമ്മൾ ആ സോപ്പ് നമ്മൾ നോക്ക്, ആ സോപ്പിൻ്റെ കസ്റ്റമർ അതിൻ്റെ ഉണ്ടാക്കുന്ന ആരാണ്, അതിൻ്റെ ഗുണമേന്മ എന്താണ്, എന്തൊക്കെ ഇൻഗ്രീഡിയൻറ്റുകൾ ഉപയോഗിച്ചിട്ടാണ് അത് ഉണ്ടാക്കിയത്, അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ. പ്രോഡക്റ്റ് കുറച്ച് പ്രീമിയം ആണോ, ഇതിനോടുള്ള ബെനിഫിറ്റ് എന്താണ്, ഈ ഉപയോഗിക്കാൻ എങ്ങനെ ഉണ്ടാവും, ആരാണിത് നിർമ്മിക്കണേ എന്നെല്ലാം നമുക്ക് പറഞ്ഞു തരുന്നത് ആരാണ്? ലേബലാണ്. അതാണ് ലേബൽ ഒരു ടൂളാണ് എന്ന് പറയാനുള്ള കാരണം. അതാണ് പാക്കേജിങ് ആണ് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് പറയാൻ. ഏതൊരു പ്രോഡക്റ്റ് കണ്ടാലും നമ്മൾ പാക്കേജിങ്ങിലാണ് അതിനോടുള്ള ഒരു ഇഷ്ടം നമുക്ക് തോന്നും. ഏതൊരു കസ്റ്റമറും നമ്മുടെ പ്രോഡക്റ്റ് ആദ്യം ഉപയോഗിക്കൂലല്ലോ. അവരാദ്യം കാണുന്ന എന്താണ്? നമ്മുടെ ലേബലാണ്. ഉദാഹരണത്തിന്, നമ്മൾ ഒരു സോപ്പ് ഉണ്ടാക്കുക, സോപ്പിന് തന്നെ നമ്മൾ പറയാം, ഒരു സോപ്പ് ഉണ്ടാക്കുക എന്ന് വെച്ചാൽ, എന്നിട്ട് ആ സോപ്പിന് നമ്മൾ ലേബൽ ഒരു കവർ മാത്രം കൊടുത്തിട്ടുള്ളൂ എന്ന്, അതിൻ്റെ പുറത്തൊന്നുമില്ല, ഒരു കവറിങ് മാത്രം. അങ്ങനെ ആയിക്കഴിഞ്ഞാൽ ആരാണ് അതിൻ്റെ ഉൽപ്പാദകർ? എന്താണ് അതിൻ്റെ ബെനിഫിറ്റ്? എന്താണ് ഇതിൻ്റെ ഇൻഗ്രീഡിയൻറ്റ്? അതുപോലെ തന്നെ എന്തുപയോഗിച്ചിട്ട് അത് ഉണ്ടാക്കിയത്, എന്തിനാണ് ഇത് ഉപയോഗിക്കണത്, ഇത് ഉപയോഗിച്ച് ഇതിൻ്റെ ഉണ്ടാക്കുന്ന ആൾക്കാർ ആരാണ്, ഇത് എന്തൊക്കെ ട്രസ്റ്റ് ഇതിലുണ്ട്, എന്തൊക്കെ ബെനിഫിറ്റ് ഇതോട് കിട്ടും, എന്തെങ്കിലും റിവ്യൂ ഇതിലുണ്ടോ, ഒന്നും അതിമ കാണൂല. അപ്പം മറിച്ച് വേറൊരു സോപ്പ് അവിടെ ഉണ്ട്, അത് നല്ല കൂടുതൽ നല്ല അതിൻ്റെ പാക്കേജിംഗ് ഒക്കെ നല്ല അട്രാക്ഷൻ ഉണ്ട്, നല്ല എല്ലാം എഴുതിയിട്ടുണ്ട്, മാനുഫാക്ചറിങ് എഴുതിയിട്ടുണ്ട്, ഇൻഗ്രീഡിയൻ്റ് എഴുതിയിട്ടുണ്ട്, എല്ലാ കാര്യങ്ങളും അതിന്മേൽ ക്ലിയറായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പം നമ്മൾ ഏതായിരിക്കും വാങ്ങുക? രണ്ടിന് 100 രൂപ തന്നെയാണ് താനും. അപ്പം നമ്മൾ ഏതായിരിക്കും വാങ്ങുക? അതാണ് ലേബലിംഗ് ആണ് ആദ്യത്തെ കസ്റ്റമർ എന്ന് പറയാൻ, കസ്റ്റമർ സെയിൽസ് പേഴ്സൺ എന്ന് പറയാൻ കാരണം. നമ്മളിപ്പോൾ ഒരു പ്രോഡക്റ്റ് കൊണ്ടുപോയി വെച്ചിട്ട് നമ്മളൊരു സെയിൽസ്മാൻ ആക്കാന്ന് വെച്ചോളി. അപ്പോൾ ആ പ്രോഡക്റ്റ് എടുത്തിട്ട് അവർ പറയും, ഈ പ്രോഡക്റ്റ് ഇങ്ങനെയൊക്കെയാണ്, ഇതിൻ്റെ ഗുണമേന്മകൾ ഇങ്ങനെയൊക്കെ ഉണ്ട്, ഇതിൻ്റെ ബെനിഫിറ്റ് ഇങ്ങനെയൊക്കെ കിട്ടും, ഇത് ഇങ്ങനത്തെ ആൾക്കാരാണ് ഇതുണ്ടാക്കണ കമ്പനി നല്ലൊരു പെരുമയൊക്കെ ഉള്ളൊരു കമ്പനിയാണ് എന്നൊക്കെ പറയും. അതിന് പകരമായിട്ടാണ് നമ്മുടെ പാക്കേജിങ്ങിൽ ഈ കാര്യങ്ങളൊക്കെ ഉണ്ടായിക്കഴിഞ്ഞാൽ അത് വായിച്ച് മനസ്സിലാക്കിയിട്ട് ആ ഒരു പ്രോഡക്റ്റ് കസ്റ്റമർ അത് വാങ്ങാനൊരു ഇടയാകും. അതാണ് പാക്കേജിങ് ആണ് ഒരു സൈലൻറ്റ്
സെയിൽസ്മാൻ എന്ന് പറയാനുള്ള കാരണം. അപ്പോൾ ആ പാക്കേജിൽ പ്രോഡക്റ്റ് നെയിം, ബ്രാൻഡ് നെയിം, പ്രോഡക്റ്റിന് എന്ത് പ്രത്യേകം, ഈ പ്രോഡക്റ്റിനെ വിശ്വസിക്കുക, എപ്പോഴും ഉപയോഗിക്കണം, ആരുപയോഗിക്കണം, എങ്ങനെ ഉപയോഗിക്കണം, വീണ്ടും ഈ പ്രോഡക്റ്റ് ആവശ്യം വന്നു കഴിഞ്ഞാൽ എങ്ങനെ, ഇതൊക്കെ ആ പാക്കേജിങ് ഉണ്ടാവുമ്പോൾ അത് തന്നെയാണ് അതൊരു സൈലൻ്റ് സെയിൽസ് പേഴ്സൺ ആണെന്ന് പറയാൻ കാരണം. അപ്പോൾ മനസ്സിലായില്ല നിങ്ങൾക്ക്? ഒരു പ്രോഡക്റ്റിൻ്റെ ഫ്രണ്ടാണ് ആദ്യം തന്നെ ആൾക്കാർ ശ്രദ്ധിക്കുക. അപ്പോൾ ഒരു പ്രോഡക്റ്റിൻ്റെ ഒരു ബെനിഫിറ്റും കൂടി അതിൽ എഴുതി കഴിഞ്ഞാൽ കസ്റ്റമർക്ക് എന്തിനാണിത് പ്രോഡക്റ്റ്, എങ്ങനെയാണിത് പ്രോഡക്റ്റ് എന്നൊക്കെ മനസ്സിലാക്കാൻ വേഗം കഴിയും. അപ്പം ഒരു 2 സെക്കൻഡ് കൊണ്ട് കസ്റ്റമറിന് അത് മനസ്സിലാക്കാൻ പറ്റുകയും ചെയ്യും. അതുപോലെ തന്നെ നമ്മുടെ പ്രോഡക്റ്റ് മറ്റുള്ളവരിൽ നിന്ന് എങ്ങനെയാണ് വ്യത്യസ്തമായിരിക്കുന്നത് എന്നും നമ്മൾ അതിന്മേൽ കാണിക്കണം. പ്രോഡക്റ്റൊക്കെ ആണെങ്കിൽ ഹെർബൽ ഇൻഗ്രീഡിയൻറ്റ്, ഹാൻഡ് മെയ്ഡ്, കോക്കനട്ട് ഓയിൽ ബേസ്ഡ്, എക്കോ കോൺഷ്യസ് പാക്കേജിങ്, അങ്ങനത്തെ പോലത്തെ കാര്യങ്ങളൊക്കെ നമുക്ക് USP ആയിട്ട് കൊടുക്കാം. ഫേക്കായിട്ടുള്ളതൊന്നും കൊടുക്കാതിരിക്കുക, യാഥാർത്ഥ്യമുള്ളത് മാത്രം കൊടുത്താൽ മതി. പാക്കേജിങ്ങിൽ കൊടുക്കുന്ന എല്ലാ കാര്യങ്ങളും നമ്മൾ ഫേക്കായിട്ടുള്ളത് ഉണ്ടാവാൻ പാടില്ല. നമ്മൾ സത്യസന്ധമായിട്ട് യാഥാർത്ഥ്യമായിട്ടുള്ളത് മാത്രമേ കൊടുക്കാവൂ. ഇതിലൂടെ നമുക്ക് എങ്ങനെ നമ്മുടെ ട്രസ്റ്റ് ബിൽഡ് ചെയ്തെടുക്കാമെന്നൊന്ന് നമ്മൾ നോക്കലേ. കസ്റ്റമറിന് ഒരു പ്രോഡക്റ്റ് വാങ്ങുമ്പോൾ ഒരു സംശയം ഉണ്ടാവും, ഇത് നല്ലതാണോ? പാക്കേജിങ് കണ്ടാൽ ഈ ഡൗട്ട് കുറയണം, ഇല്ലാതാവണം. ഇനി നമ്മളെ ലേബൽമേൽ നമ്മളെ ബ്രാൻഡിൻ്റെ പേര്, അതുപോലെ തന്നെ മാനുഫാക്ചറിങ് ഡീറ്റെയിൽസ്, ഇൻഗ്രീഡിയൻറ്റ് ഡീറ്റെയിൽസ്, നെറ്റ് ക്വാണ്ടിറ്റി, ബാച്ച് ഡീറ്റെയിൽസ്, മാനുഫാക്ചറിങ് ഇൻഫർമേഷന്, യൂസേജ് ഇൻസ്ട്രക്ഷൻ, കോണ്ടാക്റ്റ് ഡീറ്റെയിൽസ്, ആവശ്യമായ നിയമപരമായ കാര്യങ്ങളൊക്കെ നമ്മൾ ആ ലേബലിൽ കുറിച്ചിരിക്കണം. കോണ്ടാക്റ്റിൽ നമ്മൾ വാട്സപ്പ് നമ്പർ നിർബന്ധമായിട്ടും എഴുതണം. എന്തെങ്കിലും ഒരു കാര്യങ്ങൾ ഈ കസ്റ്റമർക്ക് തോന്നിക്കഴിഞ്ഞാൽ അവർക്ക് ആ സംശയം, ആ ഡൗട്ട് ക്ലിയർ ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ അതിന്മേൽ വാട്സപ്പ് നമ്പറും ക്ലിയർ ആയിട്ട് കൊടുക്കണം. അതുപോലെ തന്നെ QR കോഡും കൂടി ഉണ്ടാക്കാൻ പറ്റുകയാണെങ്കിൽ അത് ഏറ്റവും വലിയൊരു ബെനിഫിറ്റായിട്ട് മാറും. നമുക്ക് ഡിജിറ്റലായിട്ട് കസ്റ്റമറെ നമുക്ക് വരുത്താൻ പറ്റും. പാക്കേജിങ് വഴി ഇനി എങ്ങനെ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമറെ കണ്ടെത്താം എന്നാണ് ഇനി അടുത്തതായിട്ട് നമുക്ക് നോക്കാനുള്ളത്. കസ്റ്റമർ ഒരിക്കലും ഒരു പ്രൊഡക്റ്റ് വാങ്ങി അത് ഉപയോഗിച്ച് അവർക്ക് ഇഷ്ടപ്പെട്ടു. അപ്പോൾ ഈ പാക്കേജിങ്ങിൽ നമുക്ക് ചെറിയൊരു മെസ്സേജൊക്കെ ഇടാം. എന്താ വെച്ചാൽ നിങ്ങൾക്ക് എൻ്റെ പ്രൊഡക്റ്റ് ഇഷ്ടപ്പെട്ടോ, നിങ്ങൾക്ക് വീണ്ടും വാങ്ങണോ, നമ്മളുമായിട്ട് വാട്സപ്പിൽ കോണ്ടാക്റ്റ് ചെയ്യുമോ എന്നൊക്കെ പറഞ്ഞിട്ട് ഒരു മെസ്സേജൊക്കെ നമുക്ക് അതിന്മേൽ എഴുതി വെക്കാം. അങ്ങനെ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് റിപ്പീറ്റ് കസ്റ്റമറെ അതിലൂടെ നമുക്ക് കൊണ്ടുവരാൻ സാധിക്കും. ഒരു പ്രൊഡക്റ്റിലൂടെ തന്നെ നമുക്ക് വേറെ പ്രൊഡക്റ്റുകളുടെ സെല്ലും കൂടി നമുക്ക് ഇതിലൂടെ തന്നെ എടുക്കാം. എന്താ വെച്ചാൽ ഹെയർ കെയറൊക്കെ നമ്മുടെ അടുത്ത് ഷാമ്പൂ, ഓയിൽ, അതുപോലെ തന്നെ കണ്ടീഷണർ, ഇങ്ങനത്തെ പ്രോഡക്റ്റുകളൊക്കെ ഉണ്ടാകുമ്പോൾ നമുക്ക് ഒന്നിലൂടെ തന്നെ മറ്റേതും അവർ നമ്മളെ അന്വേഷിക്കും. അതുപോലെ തന്നെ നമ്മൾ ഈ ലേബലിന്മേൽ നമ്മൾ പറയാണ് നമ്മളിത് നല്ല കെയർഫുള്ളായിട്ട് നല്ല ശ്രദ്ധയോടു കൂടിയാണ് നമ്മൾ ഉണ്ടാക്കുന്നത്, ട്രഡീഷണൽ മെത്തേഡിലൂടെയാണ് നമ്മളിത് നിർമ്മിച്ചെടുക്കണത് എന്നൊക്കെ പറഞ്ഞ് നല്ലൊരു സ്റ്റോറിയും കൂടി അതിന് വെക്കുകയാണെങ്കിൽ കസ്റ്റമർക്ക് അതൊരു വിശ്വാസമായി മാറാനും ഈ പാക്കേജിങ് നമ്മളെ സഹായിക്കും. അതുപോലെ തന്നെ പാക്കേജിങ് നമ്മൾ നിർമ്മിക്കാൻ ഒരുങ്ങുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ട കുറച്ച് കാര്യങ്ങളുണ്ട്. നല്ലൊരു ഡിസൈൻ തിരഞ്ഞെടുക്കണം. ആദ്യമായിട്ട് ഒരു പേര് തിരഞ്ഞെടുക്കണം. പേര് കണ്ട ഷെൽഫിൽ നിന്ന് തന്നെ നമ്മളെ തിരിച്ചറിയണം. ബ്രാൻഡ് നെയിം ഇട്ട് ഇനി പ്രൊഡക്റ്റിനൊരു നെയിം ഇടണം. തന്നെ ഇതിൻ്റെ ബെനിഫിറ്റ് വ്യക്തമാക്കണം. ഇൻഗ്രീഡിയൻറ്റ് കാര്യങ്ങളൊക്കെ നമ്മൾ അതിന്മേൽ ശ്രദ്ധിക്കണം. അതുപോലെ മാനുഫാക്ചറിങ് ഡേറ്റ് ടൈമിൽ നമ്മൾ ഇടാൻ ശ്രദ്ധിക്കണം. ഏത് വരെ ഈ ഡേറ്റ് ഉണ്ട്, ഏത് വരെ എക്സ്പയറി ഡേറ്റ് ഉണ്ട്, അതെല്ലാം അതിൽ നമ്മൾ ക്ലിയർ ആയിട്ട് കൊടുക്കണം. നമ്മളെ ബന്ധപ്പെടാനുള്ള നമ്പറോ QR കോഡോ ഒക്കെ നമ്മൾ അതിന്മേൽ ക്ലിയർ ആയിട്ട് കൊടുക്കണം. ഇന്ന് മനസ്സിലായത് എന്താ, നമുക്ക് പാക്കേജിങ് ഒരു കവർ ഇമേജ് മാത്രമല്ല, പാക്കേജിങ് കസ്റ്റമറോടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ടൂളാണ്, ഒരു ബ്രാൻഡിങ് ടൂളാണ്, മാർക്കറ്റിംഗ് ടൂളാണ്, സെയിൽസ് ടൂളാണ്. നമ്മൾ കസ്റ്റമറുടെ അടുത്തില്ലാത്ത സമയത്ത് നമ്മളെ കസ്റ്റമറോട് സംസാരിക്കുന്നത് ഈ പ്രൊഡക്റ്റാണ്. അതാണ് പാക്കേജിങ്. ആരാണ് ഞാൻ, എന്താണ് എൻ്റെ ബെനിഫിറ്റ്, എന്താണ് ഞാൻ കസ്റ്റമർക്ക് നൽകുന്നത് എന്നെല്ലാം ഈ പാക്കേജിംഗ് ആണ്. കസ്റ്റമർ ബ്രാൻഡ്, പ്രൊഡക്റ്റ്, ബെനിഫിറ്റ്, ട്രസ്റ്റ്
റിപ്പീറ്റ്, അങ്ങനെയാണ് കസ്റ്റമർ നമ്മുടെ അടുത്തേക്ക് എത്തുക. നമ്മളെ പ്രൊഡക്റ്റ് കസ്റ്റമറുടെ കയ്യിലെത്തുമ്പോൾ മാത്രമല്ല നമ്മുടെ പ്രൊഡക്റ്റ് വിൽക്കൽ തുടങ്ങുന്നത്, നമ്മൾ ആ ഷെൽഫിലെത്തുമ്പം തന്നെ നമ്മൾ വിൽപ്പന തുടങ്ങുകയാണ്. അങ്ങനെയുള്ള ഒരു തിരിച്ചറിവ് നമ്മുടെ പ്രൊഡക്റ്റ് പാക്കേജിൽ നിന്നാണ് കസ്റ്റമർക്ക് കിട്ടുന്നത്. അതാണ് പാക്കേജിങ് ആണ് ഒരു സൈലൻറ്റ് സെയിൽസ് പേഴ്സൺ എന്ന് പറയാനുള്ള കാരണം. അപ്പം ഇനി അടുത്തൊരു വീഡിയോയിൽ നമുക്ക് കൂടുതൽ കാര്യങ്ങൾ മനസ്സിലാക്കാം.